കാലഘട്ടത്തിന്റെ മാറ്റം എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. 2026 എന്തൊരു ഉണ്ട ഒഴുങ്ങിയ. എനിക്ക് എന്റെ താല്പര്യം, എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം നിനക്കെന്താ? അതൊരു റോൾ മോഡൽ ആണ്. അയ്യോ നീ വേണ്ടെന്ന് നീ നാളെ തുണി ഊരി തുണിയില്ലാതെ നട മോളെ. നീ നിന്റെ അപ്പത്തിന്റെ വിടവില്ലേ, അത് നല്ലപോലെ വിരിച്ച് രണ്ട് കാലും രണ്ട് ഭാഗത്തേക്ക് വിരിച്ചു വെച്ചിട്ട് ടാങ് 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 വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷ ജന്തുക്കളാണ്, വേഷ ജന്മങ്ങളാണ്. പറഞ്ഞാ തിരിയത്തില്ലയോ? ഇതും നമ്മള് ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. ഹായ് എവരിവൺ, പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷെഫീന ബീവിയുടെയും അതുപോലെ തന്നെ മഞ്ജു പിള്ളയുടെ മകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു യുവതിയുടെയും ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭയങ്കര രീതിയിൽ തമ്മിത്തല്ലുന്ന ഒരു ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ഞാൻ എന്തായാലും വെച്ചു തരാം. ഒരു കാര്യം പറയാലോ, ഇത് ചെറിയ രീതിയിൽ തെറ്റ് തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് ഏത് തരത്തിലുള്ള ഡ്രസ്സ് ആർക്ക് വേണമെങ്കിലും ധരിക്കാം. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിലവിൽ കുറെ ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് ആപ്പ് അങ്ങനെയുള്ള കുറെ ആപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ 500, 600 അല്ലെന്നുണ്ടെങ്കിൽ 1000 രൂപയ്ക്ക് എന്തോ റീചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 5, 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ പെൺകുട്ടികളോട് സംസാരിക്കാമെന്നാണ് പറയുന്നത്. അതും എന്ത് വൃത്തികേട് വേണമെങ്കിലും സംസാരിക്കാം. അങ്ങനെ ഒരു സംവിധാനമാണ് അതിനകത്തുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആണുങ്ങൾ പണിയെടുക്കുന്ന പൈസയൊക്കെ അതിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അവന്മാരൊക്കെ മണ്ടന്മാരാണ്, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈംഗിക ദാരിദ്ര്യമാണ് ഇതിവിടെ കാണിച്ചു തരുന്നതെന്ന് പറയാം. എനിക്ക് ഷെഫീന ബീവി പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഷെഫീന ബീവി പറയുന്നതാണോ ശരി, അതോ അത് തെറ്റാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ഇടണം. എന്തായാലും നമുക്ക് എല്ലാം ഒന്നൊന്നായിട്ട് കേൾക്കാം. ആദ്യം ആ ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം ആ ഒരു ഫോൺ സംഭാഷണം ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, എന്താടേ? ഹലോ. സോ ഫ്രീ ആണോ ഇപ്പോ? ആക്ച്വലി ഞാൻ ഒരു ഫോളോവർ ആണ്. സോ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ റീസെന്റ് ഇട്ട ഒരു വീഡിയോ. ഏത് വീഡിയോ കിട്ടിയ? ഒരു ഫെമിനിസത്തിനെ പറ്റിയിട്ട്. ഓക്കെ. സോ ആർ യു ഫ്രീ ടു ടോക്ക് അബൌട്ട് ദാറ്റ് വീഡിയോ? ജസ്റ്റ് അറിയാൻ വേണ്ടി. പറയൂ എന്താ അറിയണ്ടേ? ഓക്കെ. സോ ആ വീഡിയോ ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു, ലൈക്ക് ഫെമിനിസത്തെ എങ്ങനെയാണ് അപ്പൊ ആക്ച്വലി കാണുന്നത്? ജസ്റ്റ് അറിയാൻ വേണ്ടി. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനോ ഒന്നുമല്ല. ഐ എം ജസ്റ്റ് എ ഫോളോവർ ഓഫ് യു. ജസ്റ്റ് അറിയാൻ. ഇടുകയോ ഇടാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും ഞാൻ വേണ്ടാന്ന് വിലക്കില്ല. ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഫെമിനിസം, ഞാൻ എന്താണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതിലെ ഫെമിനിസ്റ്റ് ഒരു പെണ്ണിന് സ്വന്തമായി ഇടാനുള്ള താല്പര്യങ്ങളെ നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് അത് വളച്ചൊടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദാറ്റ് ഹൗ വി കോൾ എ ഫെമിനിസം? മോളെ, നീ ഇംഗ്ലീഷ് ഒന്നും പറയല്ലേ. ഞാൻ പഴയ 10ാം ക്ലാസ് ആണ്. എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസമൊന്നും ഇല്ല കേട്ടോ. കുട്ടികളുടെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ കുത്തിക്കേറ്റൽ സം സോർട്ട് ഓഫ് ഇംഗ്ലീഷ്, ദെൻ ദേ വെർ തിങ്കിങ് ദാറ്റ് ദേ വെർ സംതിങ് ആൻഡ് they are saying this things. You know, I don't understand that kind of English. I speak in Malayalam. You want to speak with me in Malayalam? It's good for me and you also. I don't want to continue with the English, and then I will ask. Definitely മലയാളത്തിലേക്ക് ആക്കാം. ഞാൻ പറയുന്ന ശൈലിയിൽ വരുമ്പോൾ അത് ചോദിച്ചതിന് ഉത്തരം കേൾക്കണ്ടേ? പറഞ്ഞുതരാം. നമ്മള് ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്, മനസ്സിലാക്കാൻ ചോദിച്ചതുകൊണ്ട് പറയുന്നതാണ് സാരാംശം പറഞ്ഞത്. അതായത് നമുക്ക് ഒരു പെണ്ണും ഒരാണിനും ഒരു സിനിമ സംവിധായകന്റെ മുമ്പിലേക്ക് പോകുന്നു. അവർ ആ ഫീൽഡാണല്ലോ ചൂസ് ചെയ്തിട്ടാണല്ലോ അത് പറയണേ. അതുകൊണ്ട് ഞാൻ പറയണേ. അപ്പോ ഈ സിനിമാ സംവിധായകൻ ആ പെണ്ണിന്റെ അടുത്ത് പറയുന്നത് എന്താണ്? നിങ്ങളൊരു റാമ്പ് വാക്ക് നടത്തൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കൂ എന്നല്ലേ പറയുക. അപ്പൊ രണ്ടുപേരുടെ അടുത്ത് ഒരേപോലെ പറയും, നീ അഭിനയിക്ക്, നിങ്ങൾ രണ്ടുപേരുടെ അഭിനയ ശേഷി ഓക്കെ. എന്തിനാണ് ആണിന്റെ ബോഡി സ്ട്രക്ചറിനെ ഇത് നോക്കാതെ പെണ്ണിന്റെ ബോഡി സ്ട്രക്ചറിനെ മാത്രം കൺസേൺ ചെയ്തുകൊണ്ട് അവളുടെ അടുത്ത് ഈ ഡ്രസ്സ് ഇടാൻ നിന്നെ കൊണ്ട് പറ്റുമോ, ഈ ഡ്രസ്സിൽ നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് സൊസൈറ്റിക്ക് അത്തരത്തിലാണ് പെണ്ണുങ്ങളെ കാണാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അവരാരും ബോഡി കാണിച്ചിട്ടല്ല വന്നിട്ടുള്ളത്.
ബോഡി പക്ഷേ ആന്റി ഇത് 2026 ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പൊ തന്നെ ഈവൻ ലണ്ടനിൽ തന്നെ ഇപ്പോ സ്ട്രീറ്റ് മാർച്ചസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് കേരളത്തിൽ നിന്നില്ല, മോള് ലണ്ടനിലേക്ക് പോകണ്ട, 2026 ആക്കണ്ട. ഞാൻ ജീവിക്കുന്നത് ഒരു ലോകത്തിലാണ്, ഞാൻ കേരളത്തിലല്ലല്ലോ. കേരളം മാത്രം എടുക്കണ്ട. ഞാൻ കേരളത്തിലെ ഓഡിയൻസിനാണ്, ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചത്. ഐ ആം നോട്ട് ടോക്കിംഗ് ടു യു. പക്ഷേ ഇത് വളരുന്ന ജനറേഷനും കൂടിയല്ലേ ആന്റി? എത്തിയത് ഞങ്ങളാരും വളർന്നില്ലേ? 2026 അല്ല, 2046 ആയാലും 2056 ആയാലും മോള് മോളുടെ അച്ഛൻ അച്ഛന്നല്ലേ വിളിക്കുക, അങ്കിളെന്ന് കയറി വിളിക്കോ, കൺസെപ്റ്റ്. നിങ്ങൾ 2046 എത്തിയാലും നിങ്ങൾ ഈ പറയുന്ന സാധനം ഇതായിട്ട് തന്നെ നിലനിൽക്കത്തില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ അച്ഛൻ അച്ഛൻ തന്നെയല്ലേ, അമ്മ അമ്മ തന്നെയല്ലേ? പക്ഷെ ഒരു മനുഷ്യന്റെ ബോഡീനെ പറ്റി ആ ആളല്ലേ നിലവാരം എടുക്കേണ്ടത്, അത് മറ്റുള്ളവരല്ലല്ലോ ഒരിക്കലും. അത് അവളുടെ നിലവാരം. ഞാൻ ചോദിക്കട്ടെ, 10-26 വയസ്സായ മകൾക്ക് മോള് ഈ മോളുടെ ബോഡിയുടെ നിലവാരം, എന്റെ ബോഡി നിലവാരം ഇതാണ് എന്ന് പറഞ്ഞു മോള് ആ പെങ്കൊച്ചിട്ട വസ്ത്രം ഇട്ടുകൊണ്ട് മോളുടെ അച്ഛന്റെ മുമ്പിൽ പോയി നിൽക്കുവോ? അച്ഛ എന്റെ ബോഡിയാണ്, എന്റെ റൂളാണ്, അച്ഛൻ ഇത് ഇഷ്ടപ്പെട്ട അച്ഛ, ഞാൻ ഇതിട്ടുണ്ട്, നാളെ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കട്ടെ അച്ഛ എന്ന് ചോദിച്ചാ മോളുടെ അച്ഛൻ എന്ത് മറുപടി പറയും? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഇത് എന്റെ ശരീരമാണ്, ഞാൻ ആ ഡ്രസ്സ് ഒരു വിഷയം ഞാൻ കാണുന്നില്ല. ആ പെണ്ണിന് അത് ഇഷ്ടപ്പെട്ടു, അവൾ ഇട്ടു, അത് അവളുടെ കാര്യമല്ലേ? അത് അവളുടെ കാര്യമാണ്. ഞാൻ എന്റെ കാര്യമോ പറഞ്ഞേ. പക്ഷെ അത് വളരുന്ന ജനറേഷനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. തുണി ഊരി ആടുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വളർച്ച? ഞങ്ങൾ ആ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടികൾ അത് കോപ്പി അടിക്കണ്ട എന്നാ പറഞ്ഞ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആണുങ്ങളെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല? ആണുങ്ങള് വസ്ത്രം അതാണ് നിങ്ങളുടെ പ്രശ്നം. അവരെ പറ്റി എന്ത് പറയുന്നില്ല, ഇവരെ പറ്റി. ഇപ്പൊ ഗോവിന്ദചാമിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മുകേഷിനെ പറ്റി എന്ത് പറയാത്ത എന്ന് ചോദിച്ചാൽ എനിക്കതിനകത്ത് ഉത്തരമില്ല. നിങ്ങൾ ആണുങ്ങൾ ആരെങ്കിലും തുണിയില്ലാത്ത ഇതുപോലത്തെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടോ? ആണുങ്ങൾ അവരുടെ പെനിസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഒരു ജെട്ടിയുടെ പരസ്യം കാണിച്ചുകൊണ്ട് നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ടോ? മമ്മൂട്ടിയോ മോഹൻലാലോ ജെട്ടിയുടെ പരസ്യത്തിൽ ബ്രാൻഡഡ് ആയിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ മക്കളായിട്ടുള്ള ആണുങ്ങൾ പ്രണവോ അല്ലെങ്കിൽ മറ്റേ ദുൽഖറോ ഒരു ജെട്ടിയുടെ പരസ്യത്തിൽ വന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനെ വന്ന് നിന്നാലും അത്യാവശ്യം നല്ലപോലെ മറുപടി പറയും. പക്ഷെ അവരുടെ അവരുടെ ഹാഫ് നെയ്ഡ് ലൈക്ക് ബോഡിയുടെ ഫ്രണ്ട് പാർട്ട് മൊത്തം അവര് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് വുമൻസിനെ മാത്രം കാണിക്കുന്നതും ഈ പെൺകുട്ടി ഇട്ട ഡ്രസ്സും സിമിലർ ആണെന്ന് കൊച്ചു ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കൊച്ചിന്റെ സ്വാതന്ത്ര്യം. അപ്പി എന്റെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു. അവൾ കാണിച്ച വൾഗാരിറ്റി, ആ ഡ്രസ് കോഡ് അത് ഫാഷൻ ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഫാഷൻ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് പറഞ്ഞ. എല്ലാ ഫംഗ്ഷനും പോവാം. എല്ലാ ഫംഗ്ഷനും പോകാൻ പറ്റുമോ? മരിച്ചോര ഫംഗ്ഷൻ ഒഴിച്ച് ബാക്കി എന്ത് ഫംഗ്ഷനും അതെന്താ അത് മാത്രം നീക്കി വെക്കുന്നേ? അങ്ങനെ ജട്ടിയും പാടി ഇട്ടുകൊണ്ട് മരിച്ചോര ഫംഗ്ഷനും പോ, അതല്ലേ ഒരു രസം. അതിപ്പോ ആളുകളും പറഞ്ഞു ഇല്ലല്ലോ, കാണിക്കാൻ നമ്മൾ ഒരിക്കലും അത്. എന്റെ വീട്ടിലെ കുട്ടികൾ അത് കോപ്പി അടിക്കണ്ട. എന്റെ വീട്ടിലെ മക്കൾക്ക് അതല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം വസ്ത്രമൂരി കളഞ്ഞല്ല സ്വാതന്ത്ര്യം എന്ന സുന കൊണ്ടുവരുന്നത്. വസ്ത്രമൂരി എറിയുമ്പോൾ കിട്ടുന്നത് സ്വാതന്ത്ര്യമല്ല, അതിന് നമ്മളിട്ട പേരാണ് മറ്റേ പേര്. ആ പേരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആന്റി ചെയ്യുന്നത് പെണ്ണുങ്ങളെ സെക്ഷലൈസ് ചെയ്തിട്ട് ആണുങ്ങളെ സെക്ഷലൈസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മുസ്ലിം ഇതില് എന്തുകൊണ്ട് ആണുങ്ങളെ കണ്ണടയ്ക്കാൻ പറയുന്നില്ല? പറഞ്ഞങ്ങ് പോവല്ലേ. നിങ്ങൾ സെക്ഷുവലൈസ് ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ അത് ഞാൻ പറയുമ്പോൾ നോവുന്ന എന്തിനാ? നിങ്ങളെ സെക്ഷുവലൈസ് ചെയ്ത് പബ്ലിഷിന് ഇടാം, അത് ഞാൻ പറയുമ്പോൾ നോവുന്നോ? അത് എന്തടിസ്ഥാനമാണ്? ആണുങ്ങളെ പറയുന്നില്ലെന്ന്. ഞാൻ എന്റെ കണ്ണുവിൻ്റെ അങ്ങനെ ആണുങ്ങളെയൊന്നും ഇതുവരെ എന്റെ മക്കളാരും ഇങ്ങനെ തുണിയില്ല നടക്കുന്നില്ല, ഞാൻ കാണാറില്ല. കണ്ടു പറയും, ആ പോയി തുണിയെടുത്ത് കൊടുക്കുന്നേ ഞാൻ പറയുള്ളൂ. അല്ല തുണി ഇല്ലാതെ വന്നിട്ട് ഐ ആം റെഡി ഫോർ എനിത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ നിൽക്കുകയാണെങ്കിൽ അടി വാങ്ങിക്കോ മതി. ആരായിരുന്നാലും പറയും ആണുങ്ങൾ അങ്ങനെ സെക്ഷുവലൈസ് ചെയ്യുന്നില്ല അവരുടെ ബോഡി. ഒരുത്തന്മാരും അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ വില്ലിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. അങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെണ്ണുങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു പെണ്ണാണ് നിൽക്കുന്നു, രണ്ടുപേരും മുകളിൽ ഒന്നും ഇട്ടല്ല, അടിയിൽ ഇട്ടുണ്ടെന്ന് വിചാരിക്കും, മുകളിൽ ഒന്നും ഇട്ടിട്ടില്ല.
ആര് അപ്പൊ ആന്റി പറയും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ല, പെണ്ണാണ് സെക്ഷലൈസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? രണ്ടുപേരും ഒരു വസ്ത്രം തന്നെ ഇട്ടേക്കുന്നത്, എന്തുകൊണ്ട് ഒരാൾ മാത്രം സെക്ഷലൈസ് ചെയ്യപ്പെടുന്നു? ലിസൺ, ഇതിനകത്ത് കമ്പാരിസൺ നടത്താൻ ആണുങ്ങൾ തുണി ഊരുന്നത് ശരി എന്ന് ഞാൻ വാദിച്ചു അവിടെ. ഇല്ല, പിന്നെന്തുവാ? പിന്നെ ആ പോയിന്റിന് അവിടെ എന്ത് വാല്യൂ? ഞാൻ അവിടെ ആണുങ്ങൾ തുണി ഊരുന്നത് കറക്റ്റ്, നിങ്ങൾ തുണി ഊരുന്നത് തെറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ ആ പോയിന്റിന് അവിടെ വാലിഡിറ്റി ഇല്ല? ബട്ട് ആന്റി ഇപ്പൊ പറഞ്ഞു ഒരിക്കലും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല, ഞാൻ കാണുന്നില്ല. കണ്ടാ എവിടെ ആണുങ്ങൾ തുണി ഊരി റോഡില് പട്ടാപകല് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, മുകളിലൊന്നും ഇടാണ്ട്. അപ്പൊ അതെന്താ സെക്ഷലൈസിംഗിൽ വരുത്തില്ല? നീ അവരോട് ചോദിക്ക്, നിങ്ങൾ എന്തിനാ ഈ തുണി ഊരി നടക്കുന്നത്, ഇത് ശരിയാണോ എന്ന് നീ അവരോട് ചോദിക്ക്. അവരുടെ താല്പര്യം ഇത് 2026 ആണ്. ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. 2046 ആയിരുന്നാലും മോളെ, നീ നിന്റെ അച്ഛനെ അച്ഛാന്നല്ലേ വിളിക്കുള്ളൂ. നീ കാലഘട്ടത്തിന്റെ മാറ്റം എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. 2026 എന്തൊരു ഉണ്ട പുഴുങ്ങിയ? 2026 നിനക്ക് എന്തൊരു ഉണ്ട പുഴുങ്ങല് വന്നാ? അതെന്ത് വർത്തമാനമാണോ? കോണ്ടെക്സ്റ്റല്ലല്ലോ, ആ കോണ്ടെക്സ്റ്റ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. പിന്നെ നിന്റെ കോണ്ടസ്റ്റ് എന്താണ്? നിന്റെ വീട്ടിന്റെ മുറ്റത്ത് കൂടെ ഒരുത്തൻ ഉടുപ്പിടാതെ പോയി, അത് ഞാൻ പറഞ്ഞില്ല എന്നതാണ് എന്റെ കോണ്ടസ്റ്റ്. ഞാൻ ഇതില് കോണ്ടക്സ്റ്റ് ആയിട്ട് ഞാൻ ആകെ പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യം. ആ താല്പര്യങ്ങളെ താല്പര്യം എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം നിനക്കെന്താ? നീ അത് സ്വന്തമായി പറഞ്ഞാ പോരെ? ആ പെണ്ണിനെ വലിച്ചഴച്ച് അതിലുള്ള ആ പെണ്ണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എന്തിന് തന്റെ അഭിപ്രായം പറയണം? സ്വന്തമായ അഭിപ്രായം കാണിക്കണം. അതൊരു റോൾ മോഡൽ അല്ല എന്ന് പബ്ലിക്കിന് കാണിച്ചു കൊടുത്തുകൊണ്ടേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ റോൾ മോഡൽ, അതൊരു റോൾ മോഡൽ ആണ് അവളുടെ. നീ മുഴുവനെ ഉരിഞ്ഞ് നടവാണേ. അയ്യോ, നീ വേണ്ടെന്ന് ഞാൻ നിന്റെ പേരെന്തു വെച്ചേ? നീ നാളെ തുണി ഊരി തുണിയില്ലാതെ നടമോളെ. നീ നിന്റെ അപ്പത്തിന്റെ ആ വിടവില്ലേ, അത് നല്ലപോലെ വിരിച്ച് രണ്ട് കാലും രണ്ട് ഭാഗത്തേക്ക് വിരിച്ചു വെച്ചിട്ട് ടാങ് 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 നട. ഞാനത് വിലക്കുന്നില്ലല്ലോ. പക്ഷെ കണ്ടാൽ അത് പറയണ്ടെന്ന് പറയാനുള്ള റൈറ്റ്സ് നിനക്കില്ല. അത് കണ്ടാൽ ഞാൻ പറയും ഇത് പിളർന്നു വെച്ച് നടക്കുന്നത് നാട്ടുകാരെ അട്രാക്ട് ചെയ്യാനാണ്, കണ്ടവൻ ഇത് കണ്ടിട്ട് ആസ്വദിക്കാനാണ്. ഞങ്ങൾക്കുള്ള അതേ ലിംഗം നിനക്കുണ്ടെങ്കിൽ ഈ പോക്കൃത്തരം കാണിച്ചാൽ ഇതിനെതിരെ പബ്ലിക് ന്യൂസ് വെച്ചിട്ട് കേസെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ പോക്കൃത്തരം കാണിച്ചു വരുന്നവളുടെ നിനക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോ. ഇന്ത്യയിൽ താമസിക്കുന്നവർ നീ മാത്രം താമസിച്ചാൽ മതിയോ? ഞങ്ങൾക്ക് താമസിക്കണ്ടേ? നിനക്കൊക്കെ തുണി ഊരി കാണിക്കാമെങ്കിൽ ആ തുണി ഊരി കാണിക്കണ്ട എന്ന് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ലിംഗ പ്രദർശനം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ തഴപ്പും മുഴപ്പും നാട്ടുകാർ കാണുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലേ, കളഞ്ഞിട്ട് പോ. കഴിഞ്ഞില്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു ഫോൺ സംഭാഷണം എല്ലാവരും കേട്ടെന്ന് വിചാരിക്കുന്നല്ലോ. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. ഷെഫീന ബീവിയുടെ അടുത്തും കുറച്ച് കാര്യങ്ങളുണ്ട്, പുള്ളിക്കാരി പറയുന്നതിലും കുറച്ച് കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നടക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഫോട്ടോകൾ എന്തായാലും ഒന്ന് അപ്ലോഡ് ചെയ്യാതിരിക്കുക ആരും. ഇത് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ പുള്ളിക്കാരി ഒരു മോഡലിംഗിന്റെ ഭാഗമായിട്ടായിരിക്കും അത് പോസ്റ്റ് ചെയ്തത്. പക്ഷെ നമ്മുടെ മലയാളികളൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഹിന്ദി ആക്ട്രസ് ബോളിവുഡിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഫോട്ടോസ് ഒന്നും പബ്ലിക്കിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് സുജിത്തിനോട് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾക്ക് ഒരു ഇതുണ്ട്, ഒരു സംസ്കാരമുണ്ട്. അതെന്തായാലും നിങ്ങൾ പാലിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിക്കും ഷെഫീന ബീബി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് കണ്ട് പലർക്കും പ്രലോഭനം ആകുമെന്നാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളൊക്കെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ഇതൊക്കെ ഇനിയുള്ള ഈ +2 +1 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളല്ലേ ഇതുപോലെ അവരൊക്കെ ചെയ്യുന്നു, അപ്പൊ എനിക്കും ചെയ്താൽ കുഴപ്പമില്ലെന്ന്. ഇപ്പൊ തന്നെ പെൺപിള്ളേരുടെ കാര്യം കണക്കാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് മുമ്പത്തെ കാലം അപേക്ഷിച്ച് ഇപ്പം ഒരുപാട് മാറിയിരിക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഈ പെൺകുട്ടികളോട്. കുറച്ചു നേരത്തെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു വെക്കുന്നത്. പക്ഷെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ഭാവിയിൽ. ഇങ്ങനെയുള്ള ഫോട്ടോസ് ഒക്കെ കാണുമ്പോഴായിരിക്കും പലർക്കും പല പെൺകുട്ടികൾക്കും ഇൻസ്പിറേഷൻ ആവുന്നത്. ഇത് കാണുന്ന പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഇതായിരിക്കും ലോകം, ഇതൊക്കെയായിരിക്കും രസം, ഇതൊക്കെയായിരിക്കും ആൺപിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ ആയിരിക്കും.
ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പിന്നെ ഓരോ ആമ്പിള്ളേരൊക്കെ വന്നിട്ട് സംസാരിക്കുക, മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, ചാറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ലാസ്റ്റ് ഇതൊക്കെ കാണുന്ന ആണുങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും, കണ്ടില്ലേ അവൾ അങ്ങനെ നടക്കുന്നു, അപ്പൊ പോസ്റ്റ് കേസ് ആയിരിക്കും, ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ കോൾ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞ് പല പഞ്ചാര വർത്താനവും പറഞ്ഞ് കോൾ ചെയ്യും. ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും. ഡേറ്റിങ്ങിന് പോകും, ഇപ്പൊ ഉണ്ടല്ലോ ഡേറ്റിങ്ങും കാര്യങ്ങളും, അതിനൊക്കെ പോകും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രഗ്നന്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരും. അല്ലെങ്കിൽ അവനെ ഇട്ടിട്ട് പോകുമ്പോൾ ഡിപ്രഷൻ ആയിട്ട് ലാസ്റ്റ് ജീവൻ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനത്തെ ഉള്ള രീതിയിലൊന്നും പോകല്ലേ എന്ന്. അതുകൊണ്ടാണ് ഷെഫീന ബീവി പറയുന്നത് ശരിയെന്ന് ഞാനിപ്പോ പറയുന്നതിന്റെ കാര്യം. എന്തായാലും ഷെഫീന ബീവി പറയുന്ന ഒരു കാര്യം കൂടി നമുക്കൊന്ന് കേട്ടുകൊടുക്കാം. മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷ ജന്തുക്കളാണ്, വേഷ ജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇത് നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കാണാൻ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോ അടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ഷെഫീന ബീവി പറയുന്നത് തെറ്റാണെന്ന് ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഒരു കാര്യം ആലോചിക്കുക. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെങ്ങാനും ഇത് കണ്ടിട്ട് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. വസ്ത്ര സ്വാതന്ത്ര്യം അതൊക്കെ ഓക്കെയാണ്. ചിലവളുമാരുണ്ട് ഇതിനായിട്ട് ജനിച്ചവളുമാര്. ഞാൻ ഈ ദയാസുജിത്തിനെ അല്ല പറയുന്നത്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ഈ ദയാസുജിത്തിനെ അല്ല ഞാൻ പറയുന്നത്, ഒരുപാട് വൃത്തികെട്ട രീതിയിൽ നടിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തതാണ്. എന്തൊക്കെ പറഞ്ഞാലും ലോകം നന്നാവാൻ പോകുന്നില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.